കർത്താവെ, ഞങ്ങളെ ഫലദായകരാക്കണമേ. ഓരോ ദിനവും ദൈവത്തിൻ്റെ ദാനമായി നമുക്ക് ലഭിക്കുന്നു. നാളെ എന്നത് നമ്മുടെ കൈവശം എത്തുമോ ഇല്ലയോ എന്ന് നമുക്കുറപ്പില്ല. അതിനാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഉത്തരവാദിത്വപൂർണമായി ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രാമധ്യേ വഴിയോരത്ത് കണ്ട അത്തിമരത്തിൽ ഫലമന്വേഷിക്കുന്നു. ഫലമില്ലാതെ കണ്ട അത്തിയെ ക്രിസ്തു ശപിക്കുന്നു. അത് ഉണങ്ങിപ്പോകുന്നു. ഫാദർ ബോബി ജോസ് കട്ടിക്കാടിൻ്റെ കേളി എന്ന ധ്യാന സമാഹാരത്തിൽ ജീവിതത്തെ ചെസ്സ് കളിയോടാണ് ഉപമിക്കുന്നത്. ജീവിതം ഒരു ചെസ് ബോർഡ് പോലെയാണ്. കറുപ്പും വെളുപ്പുമായി 64 കളങ്ങൾ, കാലാൾപ്പട ഉൾപ്പെടെ സുഹൃത്ത് വലയത്തിൻ്റെ പ്രതിരോധ നിരകളുണ്ട്. എന്നാലും ഈ അപകടം പിടിച്ച കളിയിൽ ഓരോ നീക്കവും നമ്മെ കുരുക്കുവാനുള്ളതാണ്. ഒടുവിൽ ഒരു നീക്കവും സാധ്യമല്ലാത്ത ചെക്ക്. ക്രിസ്തീയ ജീവിതമാകുന്ന മഹാകേളിയിൽ നമ്മുടെ ഓരോ നീക്കവും സൂക്ഷ്മതയോടെയുള്ളതായിരിക്കണം എന്ന വലിയ സത്യം ഇത് ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിലുള്ള വിശ്വാസത്തിലും ദൈവവചന അനുസരണത്തിലും നമ്മുടെ അനുദിന ജീവിതം ക്രമീകരിക്കുന്നിടത്താണ് നാം ഫലദായകരായിത്തീരുന്നത്. അത്തിവൃക്ഷം നമുക്ക് നൽകുന്ന പാഠം ക്രിസ്തീയ ജീവിതം വിശ്വാസവും ഫലദായകവുമായിരിക്കണം എന്നതാണ്. സൃഷ്ടാവായ ദൈവത്തോട് നാം വിശ്വസ്തരും ഫലദായകരും ആയിത്തീരണം. ഉപ്പ് കാരമില്ലാത്തതായി മാറിയാൽ അത് സ്വീകാര്യമല്ലാതെ പുറന്തള്ളുന്നതിലേക്ക് മാറുന്നു. ദൈവമഹത്വത്തിൻ്റെ സാക്ഷികളാകേണ്ട ഇടങ്ങളിൽ നമ്മൾ ഗുണം നഷ്ടപ്പെട്ടു പോകാതെ ഫലദായകരായി തീരുന്നിടത്താണ് നമ്മുടെ ജീവിതം വിലയുള്ളതായി മാറുന്നത്. ആത്മീയതയുടെ ബാഹ്യ പ്രകടനങ്ങൾക്കപ്പുറത്ത് ദൈവം പ്രതീക്ഷിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവർ ആകുവാൻ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ദൈവമേ, നിന്നിലുള്ള എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ഫലദായകമായ ജീവിതം നയിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ആമേൻ. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.